ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ് BFA ഗ്രൂപ്പ് എന്നിവയുടെ ക്ലാസ്സിലാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ജൂലൈ 18-നാണ് ഒന്നാം ഘട്ടം 10th പ്രിലിംസ് നടക്കുന്നത് അല്ലേ. ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും നടക്കുന്നത് ജൂലൈ 18-നാണ്. എല്ലാവർക്കും ഹോൾ ടിക്കറ്റൊക്കെ വന്നെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും പഠിത്തം എങ്ങനെയുണ്ട്? സ്മാർട്ടായിട്ട് പഠിക്കുക, ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക. ഓക്കെ, അത് നമ്മൾ 2025 കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് വരെ എത്തിയിട്ടുണ്ട്. ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2025 റോബർട്ട് ഓവൻ സഹകരണ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? എന്താണ് 2025 റോബർട്ട് ഓവൻ സഹകരണ പുരസ്കാരത്തിന് അർഹനായത് PA ഉമ്മറാണ് കേട്ടോ. PA ഉമ്മറാണ്. റോബർട്ട് ഓവൻ സഹകരണ പുരസ്കാരത്തിന് അർഹനായതാണ് PA ഉമ്മറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഡാറ്റ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഗാസിയാബാദിലാണ്. എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഡാറ്റ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാ? ഗാസിയാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഡാറ്റ സെന്റർ നിലവിൽ വരുന്നത് ഗാസിയാബാദിലാണ്. ഇത് 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി. 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2024-25 അറിയേണ്ട വേദി ഏതായിരുന്നു? തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരം. 2025-26 സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി നടന്നത് തൃശ്ശൂരും 2024-25 എവിടെയാണ്? തിരുവനന്തപുരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് അക്വാടെക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് പാർക്കാണ്? അക്വാടെക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? അസമിലാണ്. എവിടെയാണ്? അസമിലാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് അക്വാടെക് പാർക്ക് നിലവിൽ വരുന്നു, അസം. ഓക്കെ, 2025 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യയിലെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ച ലിയാൻപുരി മെൻഹർ ശിലാസമുച്ചയം ഏതാണ്? ലിയാൻപുരി മെൻഹർ ശിലാസമുച്ചയം. അത് സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ്. അപ്പോൾ നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ദേശീയ സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചു ഒരു ശിലാസമുച്ചയത്തെ. ഏതാണ് ആ ശിലാസമുച്ചയം? ലിയാൻപുരി മെൻഹർ ശിലാസമുച്ചയമാണ്. അത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ എവിടെയാണത്? മിസോറാമിലാണ് കേട്ടോ. മിസോറാമിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മൗസിൻറാം, മേഘാലയ. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻറാം. ആ മൗസിൻറാം സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് നമുക്കറിയാം. അപ്പോൾ അവിടെ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എന്ത് വരുന്നത്? മഴ മ്യൂസിയം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മേഘാലയയിലെ മൗസിൻറാം എന്ന പ്രദേശത്താണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ജലകായിക മത്സരം 2025 നടന്നത് എവിടെയാണെന്നുള്ളതാണ്. അതായത് ഖേലോ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ജലകായിക മത്സരം 2025 എവിടെയാണ് നടന്നത്? ദാൽ തടാകത്തിലാണ്. എവിടെയാണ് ദാൽ തടാകം? നമുക്ക് പഠിക്കാനുണ്ടല്ലോ. എവിടെയാണ് അത്? ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അപ്പോൾ അവിടെയാണ് എന്ത് ഈ ഖേലോ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ജലകായിക മത്സരം 2025 നടക്കുന്നത്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയേ. 2025 ആസ്ട്രോ ടൂറിസം ഫെസ്റ്റിവലിന് വേദിയാകുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? എന്ത് ഫെസ്റ്റിവലാണ്? ആസ്ട്രോ ടൂറിസം ഫെസ്റ്റിവൽ. 2025 ആസ്ട്രോ ടൂറിസം ഫെസ്റ്റിവലിന് വേദിയാകുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണത്? ലഡാക്ക് ആണ് കേട്ടോ. ലഡാക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഗ്ലോബൽ ഫിനാൻസ് മാഗസീൻ, അതായത് 2025 ജൂലൈയില് ഗ്ലോബൽ ഫിനാൻസ് മാഗസീൻ ഈയിടെ പ്രസിദ്ധീകരിച്ച ആഗോള വരുമാന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4ാമത്തെ സ്ഥാനമാണ്. 4ാം സ്ഥാനമാണ്. എന്താണ് 2025 ജൂലൈയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസീൻ റിപ്പോർട്ട് പ്രകാരം ആഗോള വരുമാന സൂചിക അനുസരിച്ചിട്ട് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4ാം സ്ഥാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കേരളത്തിലെ ആദ്യത്തെ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? എന്താണ് കേരളത്തിലെ ആദ്യത്തെ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം വരുന്നത് എവിടെയാ? സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ, കൊട്ടാരക്കര. എവിടെയാണ്? കൊട്ടാരക്കരയിലാണ്. സാഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ കൊട്ടാരക്കരയിലാണ് കേരളത്തിലെ ആദ്യത്തെ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തിടെ കേരള ടൂറിസത്തിന്റെ പരസ്യത്തിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധവിമാനം ഏതാണത്? F-35B ആണ്. നമ്മളിത് മുന്നിലെ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് F-35B? ഓർമ്മ വരുന്നുണ്ടോ? അങ്ങനെ ഫാക്ട് പഠിച്ചായിരുന്നല്ലോ. തകരാറുകൾ മൂലം
തിരുവനന്തപുരത്ത് ഇറക്കിയ വിമാനം ഏതാണ്, ബ്രിട്ടീഷ് വിമാനം ഏതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അത് ഏതായിരുന്നു? F-35B ആണ്. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിമാനമാണ് കേരള ടൂറിസത്തിന്റെ പരസ്യത്തിൽ ഉൾപ്പെട്ടത്. അതാണ് ചോദ്യം. അപ്പൊ അടുത്ത കേരള ടൂറിസത്തിന്റെ പരസ്യത്തിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധ വിമാനം ഏതാണ്? F-35B ആണ്. ഓക്കെ, അടുത്തത് നമ്മുടെ നരേന്ദ്രമോദിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതായത് അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പല രാജ്യങ്ങളുടെ പുരസ്കാരങ്ങൾ, പരമോന്നത ബഹുമതികൾ കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് 2025 നരേന്ദ്രമോദിക്ക് ലഭിച്ച ഘാനയുടെ പരമോന്നത ബഹുമതി എവിടെ നിന്നാണ്? ഘാനയിൽ നിന്നുള്ള പരമോന്നത ബഹുമതി ഏതാണത്? ദ ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഘാന. എന്താണ്? ദ ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഘാന എന്ന പുരസ്കാരമാണ് ആർക്ക്? നരേന്ദ്രമോദിക്ക് 2025 ലഭിച്ചത്. ഓർത്തു വെച്ചേക്കണേ. അടുത്ത് നോക്കിക്കേ, നഗരപ്രദേശങ്ങളിലെ ദരിദ്ര സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് ഡിജിലക്ഷ്മി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത് പദ്ധതിയാണ്? ഡിജിലക്ഷ്മി. എന്താണ് ഡിജിലക്ഷ്മി? നഗരപ്രദേശങ്ങളിലെ ദരിദ്ര സ്ത്രീകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഡിജിലക്ഷ്മി പദ്ധതി ആരംഭിച്ചത് ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, അതാണ് IAEA എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് IAEA എന്ന് പറഞ്ഞാൽ? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്നുള്ളതാണ്. അപ്പൊ അടുത്തിടെ IAEAയുമായി സഹകരണം അവസാനിപ്പിച്ച ഒരു രാജ്യമുണ്ട്. ഏതാണത്? ഇറാനാണ്. ഇറാൻ. ഓക്കെ, അപ്പൊ അടുത്തിടെ IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായി സഹകരണം അവസാനിപ്പിച്ച രാജ്യം ഏതാണത്? ഇറാനാണ്. ഇറാൻ. അടുത്തത് 2025 ജൂലൈയിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള നഗരം. 2025 ജൂലൈയിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ളത് എവിടെയാണ്? ന്യൂയോർക്കിലാണ്. എവിടെയാണ്? ന്യൂയോർക്കിലാണ്. ഓക്കെ, അപ്പൊ ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം. 2025 റോബർട്ട് ഓവൻ സഹകരണ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? PA ഉമ്മർ ആണെന്ന് ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഡേറ്റ സെന്റർ നിലവിൽ വരുന്നു ഗാസിയാബാദിൽ. 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ഏതാണ്? തൃശ്ശൂരാണ്. 2024-25 ആണെങ്കിൽ തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അക്വാടെക് പാർക്ക് നിലവിൽ വരുന്നത് അസമിലാണ്. അക്വാടെക് പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നത്? അസമിലാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ച ലിയാൻപുരി മൻഹർ ശിലാ സമുച്ചയം ഏത് സംസ്ഥാനത്താണ്? അത് മിസോറാമിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് മേഘാലയയിലെ മൗസിൻറാമിലാണ്. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ജലകായിക മത്സരം 2025 നടക്കുന്നത് ദാൽ തടാകത്തിലാണെന്ന് ഓർക്കുക. 2025 ആസ്ട്രോ ടൂറിസം ഫെസ്റ്റിവൽ നടക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് എന്ന് പറയുന്നത്. ഇനി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ഈയിടെ പ്രസിദ്ധീകരിച്ച ആഗോള വരുമാന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 4ാം സ്ഥാനമാണ്. കേരളത്തിലെ ആദ്യത്തെ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് അത് ഏതാണ്? ആ ഗവേഷണ കേന്ദ്രം എന്ന് ചോദിച്ചാൽ സോഹോയാണ്. സോഹോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ എവിടെയാണത്? കൊട്ടാരക്കരയാണെന്ന് ഓർക്കുക. കൊട്ടാരക്കര കൊല്ലം ജില്ലയാണ്, അറിയാലോ. അടുത്തിടെ കേരള ടൂറിസത്തിന്റെ പരസ്യത്തിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധവിമാനം ഏതാണ്? F-35B ആണ്. ഇനി ദ ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഘാന അതെന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ഘാനയിൽ നിന്നുള്ള ഒരു പരമോന്നത പുരസ്കാരമാണ് 2025 ലഭിച്ചത്. ആ പുരസ്കാരത്തിന്റെ പേരാണ് ദ ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഘാന എന്ന് പറയുന്നത്. ഇനി നഗരപ്രദേശങ്ങളിലെ ദരിദ്ര സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിജിലക്ഷ്മി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. അടുത്തിടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായി സഹകരണം അവസാനിപ്പിച്ച രാജ്യം ഏതാണ്? ഇറാനാണ്. ഏറ്റവും കൂടുതൽ 2025 ജൂലൈയിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള നഗരം ഏതാണ്? അത് ന്യൂയോർക്കാണ്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ എല്ലാവരും നന്നായിട്ട് അതിന് പ്രാധാന്യം മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.